ധർമ്മപ്രമാണം. தர்மப்பிரமாண வியூவர்ஸுக்கு ஒருக்கா கூட ஸ்வாகதம். வாத்தியார் சில வாழ்க்கை தனம் நிறைய இருக்கு. சமூகத்தில் நாம் பார்த்துட்டு இருக்கோம். பார்த்து நடந்த பிச்சைக்கால மாதிரி நடக்கிறா. ஒன்றும் கோவிலுக்கோ இதுக்கோ ஒன்றும் கொடுக்கறதும் இல்லை. ഇത് ശരിതാനാ? ഇത് എന്നത്തിനാല സാർ ചിലവ ധനമിരിക്ക് നമുക്ക് അനുഭവിക്കുള്ള ധനമിരിക്ക് ഓവറാ ഇല്ലാട്ടാലും ഒരുപാട് ലോ അല്ലാട്ടാലും ഒരു മീഡിയമാർക്ക് അത് ധനത്തെ അനുഭവിക്കുന്നതുള്ള ഒരു യോഗം ചൊല്ലുക. എത്ര നമ്മൾ സമ്പാദിച്ചാലും നമുക്ക് അനുഭവിക്കുന്നതുള്ള യോഗമില്ലാട്ട നമ്മൾ പിച്ചക്കാരനെ വരുത്താൻ നടക്കും. എനിക്ക് தெரிஞ்ச ഒരുപാട് പേര് നമ്മുടെ സമൂഹത്തിൽ പാക്കറുണ്ട്. പൂങ്കുന്നത്തിലെ പാക്കറത്തെ ഒരു പ്രൊഫസർ இருக்கார். அந்த പ്രൊഫസർ வந்து கிட்டத்தட்ட 1.5 ലക്ഷം രൂപ 2 ലക്ഷം രൂപ മാസം ശമ്പളമാക്കും. കുറഞ്ഞ പക്ഷം ഞാൻ சொல்றேன், കുറഞ്ഞ പക്ഷം. പക്ഷെ അവരെ பார்த்து കഴിഞ്ഞാൽ പിച്ചക്കാരനെ വരുത്താൻ നടത്താൻ ഒരു വാച്ച് പോലും കടിക്ക മാട്ട, ഒരു ഷർട്ട് പോലും അഴുക്കാനെ ഷർട്ട് தான் போட்டு. அதே மாதிரி நம்ம തൃശ്ശൂരിലെ പാട്ടരാക്കില്ല ഒരുത്തൻ இருக்கார். കോടിക്കണക്കിൽ എന്നോട് അറിവ് ശരിയാണ് ഒരു 10 കോടി 15 കോടി രൂപ കിടക്ക അവരുടെ ഇരിക്ക് ധനം. ഒരു കാവ്യമുണ്ട്. അതേമാതിരി ചാണാചോർണമാരി, ചാണാചോർണയെന്ന് വലിയ നമ്മൾ നിലമണലിൽ തുടക്കം ചാണാചോർണമാരി കഴുത്തിലെ ഒരു തോർത്ത് പിച്ചക്കാരനമാരി നടപ്പാൻ. എന്ന കാര്യം അനുഭവിക്കുക യോഗം ചൊല്ലുന്നത് നമുക്ക് വേണം. എപ്പോഴുമേ ശാസ്ത്രം ചൊല്ലുന്നത് എന്നെ കഴിഞ്ഞാൽ നീ ശരിயான വിധിയിൽ, അതാണ് ശരിயான വിധിയിൽ സമ്പാദിച്ചിരുന്നാൽ അന്ത പണത്തെ അനുഭവിക്കുന്നതുള്ള യോഗം എനിക്ക് കലിയുഗത്തിൽ ഉണ്ടാകും ചൊല്ലാൻ. നീ ശരിயான വിധിയിലല്ല, നീ തട്ടിപ്പ് ജനങ്ങളെ പറ്റിച്ചുണ്ടാക്കിന പണമാക്കുന്ന വെച്ചുങ്കോ അത് പാത്തിൻ്റെ പിടി ഒക്കെല്ലാം ഇവനക്ക് പിച്ചക്കാരൻ വരുത്താൻ നടക്കപ്പറ്റും. അപ്പടിയാക്കും കലിയുഗത്തിലുള്ള പ്രമാണം. അപ്പം അതെല്ലാം ചൊല്ലുന്നത് ഞാൻ നേരത്തെ തന്നെ ഇത് ആൻസർ വന്ന് ഇത് അവൻ ശരിயான വിധിയിലല്ല പണം സമ്പാദിച്ചിരിക്കാന്ന് അർത്ഥം. അവനക്ക് അനുഭവിക്കുക യോഗമില്ലേ വെച്ചുമ്പോ അവൻ ചേർത്ത് വെച്ചിരിക്കാൻ ഒരു നാளைക്ക് പടക്കുന്ന ചെത്തുപോറാൻ അത് ആരോ കൊണ്ടുപോകാം. അപ്പൊ അവനക്ക് അനുഭവിക്കുക യോഗമില്ല. അവൻ ശരിயான വിധിയിലേ അല്ല സമ്പാദിച്ചിരിക്കാൻ. ഇത് വാദ്യാന്മാർക്കും ചില വാദ്യാന്മാർ പാത്തിരിപ്പാൾ നിങ്ങൾ കഴുത്തിലൊരു ചെയിൻ പോലും ഇരിക്കാതെ, ഒരു സ്വർണ്ണ ചെയിൻ പോലും കൊടുക്ക മാട്ടാ. എന്നിട്ടാകം അന്ത വാദ്യാർ വന്ന് அந்த போற யஜமானுக்கு தனங்கள் தானியங்கள் எல்லாம் உண்டாகட்டும் சொல்லி பூஜை பண்றான். കാരണം ഇവനെ പിച്ചക്കാരൻ. അപ്പൊ ഇവൻ ധനധാന്യത്തോടു കൂടി ഇരുന്ന് പൂജ പണ്ടാൽ മാത്രം അത് ഫലിക്കും. എന്നിട്ടും ധനലക്ഷ്മി വരുവാ. അപ്പൊ ഇവൻ കഴുത്തിൽ ചെയിനും ഇല്ലേ, ഒരു ബ്രേസ്ലെറ്റും ഇല്ലേ, മോതിരവും ഇല്ലേ, പിച്ചക്കാരനെ മാതിരി സോമന കൊടുത്തിട്ട് ഇല്ലേ ഒരു ഉത്തരത്തിൽ പോട്ടിട്ട് പോയി കഴിഞ്ഞാ അപ്പൊ അങ്ങ് എപ്പടി ധനലക്ഷ്മി അത് യജമാനും പിച്ചക്കാരനവൻ. അപ്പൊ വാദ്യാരെപ്പോഴുമേ ഇപ്പൊ ഞാനടക്കം വാദ്യാരടക്കം നമ്മളടക്കം നമുക്ക് അനുഭവിക്കുക യോഗവും ധനലക്ഷ്മിയുടെ അനുഗ്രഹവും വരുന്നത് നമ്മൾ വൈദികം ഉണ്ടാ മാത്രം അന്ത യജമാനും അതേമാതിരി ഉയർച്ചയ്ക്ക് വരുവാൻ. അപ്പൊ വാദ്യാരം എപ്പടി ഇരിക്കാണോ അവനും പിച്ചക്കാരനെ മാതിരി അനുഭവിക്കുക യോഗമില്ലാട്ട യജമാനും കീഴിക്ക് പോയിട്ടേ ഇരുപ്പാൻ. അപ്പൊ ഇതാക്കും ഞാൻ ചൊന്നേനേക്ക് വെച്ചാൽ അനുഭവിക്കുക യോഗം ചെല്ലുക. അപ്പൊ യഥാവിധി ആരുടെ മനസ്സും പുൻപടുത്താക്കി എന്നൊരു സന്മാർഗത്തിനാല് സമ്പാദിച്ച പണമാന അവനക്ക് കലിയുഗത്തിൽ അനുഭവിക്കുക യോഗം വരും. അപ്പൊ അവൻ ഉയർച്ചയിൽ ഇരുപ്പാൻ. അതാ இந்த கலியுகத்திലുള്ള വിധി.